2025 എന്ന വർഷത്തിൽ ആക്സിഡൻസോ അല്ലെങ്കിൽ കൊലപാതകങ്ങളോ അല്ലാതെ നമ്മൾ കേട്ട മനോഹരമായിട്ടുള്ള പുണ്യമായിട്ടുള്ളൊരു വാർത്ത എന്ന് പറഞ്ഞാൽ 144 വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ച മഹാകുംഭമേളയെക്കുറിച്ചുള്ള വാർത്തകളായിരുന്നു. കോടികൾ ഒഴുകുന്ന ഒരു സംഭവം, മഹാസ്നാനം, ഒരു പുണ്യഭൂമി. എന്നാൽ ഇന്ന് വരെയുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ വരെയുള്ള കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 30 കോടി അടുത്ത ആൾക്കാർ അവിടെ സന്ദർശിച്ചു, സ്നാനം നടത്തി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അതിനോടകം മരണപ്പെട്ടത് 30ഓളം ജനങ്ങളാണ്. തിരക്കുകളിൽപ്പെട്ട് മരണമടഞ്ഞത് 30ഓളം ജനങ്ങളാണ്. ഇനി ഇതിൽ കൂടുതൽ മരിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കാണാതായവരുടെ എണ്ണം എത്രയാണെന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതെ, അതായത് ഈ കഴിഞ്ഞ ജനുവരി 13-നാണ് ഈ മഹാകുംഭമേള സ്റ്റാർട്ട് ചെയ്തത്. നമുക്കറിയാം എല്ലാ വർഷവും നടക്കുന്നതല്ല, 12 വർഷത്തിൽ ഒരിക്കലാണ് കുംഭമേളകൾ നടക്കുന്നത്. ഈ 12 വർഷത്തിന് ശേഷം 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന കുംഭമേള 12ാമത്തെ തവണയായിട്ട് നടക്കുമ്പോഴാണ് മഹാകുംഭമേളയായിട്ട് മാറുന്നത്. അത്തരത്തിൽ 144 വർഷം കൂടിയുള്ള മഹാകുംഭമേളയാണ് ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെയാണ് ഈ കുംഭമേള മഹാകുംഭമേള നടന്നു വരുന്നത്. അറിയാം, പവിത്രമായ ഗംഗയിൽ ഉള്ള പുണ്യസ്നാനം, അതിന് ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പം ഓൾറെഡി പ്രതീക്ഷിച്ചിരുന്നു ഒരുപാട് ജനങ്ങൾ വരും, ഒരുപാട് ഭക്തർ വരും എന്നുള്ള എല്ലാ പ്രതീക്ഷകളും മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ എല്ലാ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഏതാണ്ട് 7000 കോടി രൂപയുടെ പദ്ധതി, 7000 കോടി രൂപ മുടക്കിയാണ് അവിടെ വേണ്ട സുരക്ഷാ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും ഒരു ഗ്രാമം തന്നെ ഇതിനു വേണ്ടി സെറ്റപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത്തവണ മുൻ വർഷങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് തന്നെ വേണ്ട വിധത്തിൽ എല്ലാം ചെയ്തു എന്നുള്ള വാഗ്ദാനങ്ങളും ഉറപ്പുകളും തന്നെയായിരുന്നു വന്നിരുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇപ്പൊ ആദ്യത്തെ തവണയല്ല, ഇപ്പൊ ശാരിക സൂചിപ്പിച്ചതുപോലെ 30 പേര് ഇപ്പൊ മരണപ്പെട്ടു. ജനുവരി 19-നാണ് ആദ്യത്തെ അപകടം ഉണ്ടാവുന്നത്. അതിനുശേഷം ജനുവരി 20-ന് അപകടം ഉണ്ടായി. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെ ലാസ്റ്റ് ആയിട്ട് ഈ കഴിഞ്ഞ ദിവസമാണ് അപകടം ഉണ്ടായത്. 3ാമത്തെ തവണയാണ് ഈ ടെന്റിന് ഇതുപോലെ തീ പിടിക്കുന്നത്. പല സ്ഥലത്തായിട്ട് നമുക്കറിയാം, ഒരു ഗ്രാമം ഈ രീതിയിൽ സെറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ 7000 കോടി രൂപയുടെ ഒരു പദ്ധതി എന്ന് പറയുമ്പോൾ ആ പദ്ധതി എത്രത്തോളം വലിപ്പമുള്ളതാണെന്നും അതിനെ ക്രമീകരിക്കണമെങ്കിൽ എത്രത്തോളം എഫേർട്ട് വേണമെന്നും എത്രയോ ആളുകളുടെ കഷ്ടപ്പാടാണെന്നും എത്രയോ കോടി രൂപയാണ് തിരിച്ചു പ്രതീക്ഷിക്കുന്നതെന്നും എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് 2 ലക്ഷം കോടി രൂപയാണ് ഇവർ പ്രതീക്ഷിച്ചിരുന്നത്. അതായത് 5000 രൂപ, ഒരാളിൽ നിന്ന് 5000 രൂപ കണക്ക് പ്രകാരമാണെങ്കിൽ 2 ലക്ഷം കോടി രൂപയും, അത് 10000 രൂപ വരെ ആണെങ്കിൽ 10 ലക്ഷം കോടി രൂപ വരെയും. എന്തായാലും ആ ഒരു കണക്ക് പ്രകാരം ഏറെക്കുറെ അവർ ഉദ്ദേശിച്ചതിൽ മുകളിൽ ഇപ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ടാവണം. ഇനിയും 2 ആഴ്ചയല്ല, ഇനി 2 ആഴ്ചയിൽ മുകളിൽ ഏകദേശം 3 ആഴ്ചയോളം ഇനിയും ഈ ചടങ്ങ് തീരാൻ വേണ്ടി കിടക്കുമ്പോൾ ഇത്രയത്തോളം തന്നെ ജനങ്ങളെ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും വലിയ സംഭവം അല്ലെങ്കിൽ ഇത്രയും വലിയ കാര്യം നടത്തുമ്പോൾ ജനങ്ങളുടെ സുരക്ഷ അത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം അവിടെയുള്ള ഭരണകൂടത്തിനുണ്ട്. അത് ചെയ്തു എന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ക്യൂവിൽ അല്ലെ ഇത്രയും ജനങ്ങൾ കോടിക്കണക്കിന് ഭക്തർ വരുന്ന സ്ഥലത്ത് VIP ക്യൂവും സാധാരണ ജനങ്ങൾക്കുള്ള ക്യൂവും ഉണ്ടായിരുന്നു. അതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള പൈസ ഉറപ്പായിട്ടും ഈടാക്കിയിട്ടുണ്ടാവും. അതിലെന്തൊക്കെയോ പറയുന്നു. അതൊക്കെ പിൻവലിച്ചു, VIP ക്യൂ ഒക്കെ പിൻവലിച്ചെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പൊ പൗർണമി പറഞ്ഞ പോലെ 144 വർഷങ്ങൾക്ക് ശേഷം ഇനി ഒരു പക്ഷേ എത്രയോ തലമുറകൾ കഴിഞ്ഞാൽ മാത്രമാണ് ഇനി ഇത് സംജാതമാവുക എന്നുള്ളൊരു വാർത്ത ആദ്യമേ തന്നെ എല്ലാവർക്കും അറിയാം. അപ്പൊ കുംഭമേളയിലും അർദ്ധകുംഭമേളയിലും എല്ലാം ഇഷ്ടം പോലെ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഇത് ഒരു സ്നാനഘട്ടമാണ്, ഒരു സ്നാനഘട്ടമാണല്ലോ. ഒരു ഈ പറയുന്ന പോലെ ഒരു അമ്പലമൊന്നുമല്ല, പക്ഷെ അവിടെ ഒരു പിൽഗ്രിം പോലെ, അതായത് ഒരു തീർത്ഥാടനം പോലെയുള്ള ഒരു സ്ഥലമാണ്. ഇത്ര 3 പുണ്യ നദികളുടെ സംഗമസ്ഥാനം. അവിടെ ഇന്ന ദിവസങ്ങളിൽ സ്നാനം ചെയ്താൽ ഈ ഒരു ജന്മം മുഴുവനും ചെയ്ത പാപങ്ങൾ ഒഴുകിപ്പോകുമെന്നുള്ള വിശ്വാസം, അത് ജാതിഭേദമന്യേ രാജ്യ അതിർത്തികൾക്ക് അപ്പുറം ആൾക്കാർ വന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പെർ ഡേ ഉത്തർപ്രദേശ് സർക്കാർ പ്രതീക്ഷിച്ചിരുന്നത് പെർ ഡേ ഏതാണ്ട് 40 ലക്ഷം ആൾക്കാർ വരുമെന്നായിരുന്നു. പക്ഷേ അതിനും അപ്പുറം ഏതാണ്ട് കോടികൾ, 1.5 കോടി 2 കോടി ആൾക്കാരാണ് പെർ ഡേ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കുകളാണ് പറഞ്ഞത് 30 കോടി ആൾക്കാർ എത്തിക്കഴിഞ്ഞു. ഇനിയും തീരാൻ ദിവസങ്ങൾ, ഇനി 3 ആഴ്ച 2.5 ആഴ്ചയ്ക്ക് മേളിലാണ് ഇനി അവിടെ ആൾക്കാർ, ഇനി ഈ ചടങ്ങുകൾ തീരാൻ കിടക്കുന്നത്. അതോടൊപ്പം തന്നെ ശിവരാത്രി ഇതൊക്കെ വരുന്നുണ്ട്. പ്രത്യേക ദിവസങ്ങളിൽ ആൾക്കാരുടെ എണ്ണം 1 കോടിയിൽ നിന്ന് 2.5 കോടി 3 കോടിയും ആകാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് ഈ സിറ്റിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള വാർത്തകളാണ് അറിയാൻ സാധിക്കുന്നത്. 7000 കോടി രൂപ മുടക്കി ഈ ഉത്തർപ്രദേശ് സർക്കാർ
ഭയങ്കര ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ട് ഭയങ്കര ഘോരഘോരമുള്ള പരസ്യങ്ങൾ കൊടുത്തുകൊണ്ട് അതായത് തങ്ങളുടെ നാട്ടിൽ ഈ പറയുന്ന പ്രയാഗ്രാജ് എന്ന സ്ഥലത്താണ് മഹാകുംഭമേള നടക്കുന്നത്. അവിടെ ആൾക്കാർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒരു ഗ്രാമം തന്നെ ഉണ്ടാക്കിക്കൊണ്ട് ഏതാണ്ട് അറ്റ് എ ടൈം 50 അവർ വാർത്തകൾ അങ്ങനെയാണ് പറഞ്ഞത്, അറ്റ് എ ടൈം 50 ലക്ഷം മുതൽ 1 കോടി വരെയുള്ള ആൾക്കാർക്ക് കിടക്കാനും ഉണ്ണാനും ഉറങ്ങാനും താമസിക്കാനുമുള്ള സൗകര്യങ്ങൾ, അതായത് ടെന്റുകൾ, അതായത് ഗ്രാമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് ഇതിപ്പോൾ ടെന്റുകൾ കത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഏതാണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസിൽ വരെ 15 ടെന്റുകളോളം കത്തിയിട്ടുണ്ട്. ആളപായ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആദ്യം ഉണ്ടായ ഗ്യാസ് ലീക്കേജ് ആണെന്ന് പറയപ്പെടുന്നു. ഇതിന് മുൻപ് 10-15 പേരുടെ മരണം 2-3 ദിവസം മുമ്പത്തെ വാർത്തകളിൽ ഫുൾ നിറഞ്ഞിരുന്നു. ഇപ്പോൾ നിലവിൽ പറയുന്നത് വേറൊരു പ്രശ്നം ഉന്നയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മൃതദേഹം ലഭിച്ച മൃതദേഹങ്ങൾക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് പോലും ഇല്ല, അതായത് ഒരു രേഖകളും ഇല്ലാതെ രേഖകളും ഇല്ലാതാണ് കൊടുക്കുന്നത്. മാത്രമല്ല ഇവരുടെ കയ്യിൽ എന്തോ ഒരു ഈ മൃതദേഹം കൈപ്പറ്റിയ ഒരു ബന്ധു പറയുന്നത് ശ്രദ്ധിച്ചാൽ എന്തോ ഒരു പേപ്പർ മാത്രം, ബ്ലാങ്ക് പേപ്പറിൽ എന്തോ പ്ലെയിൻ പേപ്പറിൽ എന്തോ എഴുതി കൊടുത്തു. അത് മാത്രമാണ് ഒരു രേഖയായിട്ട് ഇവർക്ക് ലഭിച്ചിട്ടുള്ളതെന്ന്. പിന്നെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മരണപ്പെട്ടവർക്ക് 25 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു 25 ലക്ഷം കൊണ്ട് അവർക്ക് നഷ്ടമായ ജീവൻ തിരിച്ചു കിട്ടില്ല. പക്ഷെ ഇത്രയും വലിയൊരു കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായും ഈ ക്യൂവിൽ നിൽക്കുന്നവരല്ലെ തിക്കിനും തിരക്കിലും ഇടയിൽ പെടുന്നവർ, അല്ലെങ്കിൽ അവിടെ പോയി ഈ സ്നാനം നടത്തിയവരും നടത്താൻ നിൽക്കുന്നവരും, ഇവരുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം നിറയുകയാണ്. അവർക്കെല്ലാം ഒന്നോടെ പറയാനുള്ളത് ക്രമീകരണങ്ങൾ പോരാ, സുരക്ഷാ സംവിധാനങ്ങൾ പോരാ, വേണ്ടത്ര രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഈ ഭരണകൂടം ആവർത്തിച്ചെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അത് പറയേണ്ടത് ജനങ്ങളാണ്, അത് അനുഭവിക്കുന്നത് അല്ലേ. അവിടെ ചെല്ലുന്ന ഭക്തർ, പിലിഗ്രിംസ് ആയിട്ടുള്ള ആൾക്കാരാണ് പറയേണ്ടത് കൊള്ളാം, ഗംഭീരമായിരിക്കുന്നു, ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ല. ഇതിപ്പോ ആൾക്കാർ പേടിച്ച് പറച്ച് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ എന്നിട്ടും ആൾക്കാരുടെ എണ്ണത്തിൽ കുറവൊന്നും ഉണ്ടായിട്ടില്ല. ഉത്തർപ്രദേശ് സർക്കാർ പറയുന്നത് ഇത് വെറുതെ ഞങ്ങളുടെ ആ ഇമേജ് കളയാൻ വേണ്ടി ആൾക്കാർ മാധ്യമങ്ങൾ പടച്ചു വിടുന്നതാണ്. ഈ വാർത്ത പുറത്തുവിട്ടത് പോലും ജർമ്മൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഈ വാർത്ത പോലും പുറത്തുവിടുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ ഇങ്ങനെ ക്യൂ പൊട്ടിയിട്ടാണ്, കുറച്ച് ആൾക്കാർ ക്യൂ തെറ്റിച്ചുകൊണ്ടാണ് ഇങ്ങനെ തിക്കിലും തിരക്കിലും പെട്ട് 30ഓളം ആൾക്കാർ മരണപ്പെട്ടെന്ന് വാർത്ത പോലും പുറത്തു വരുന്നത് നമ്മുടെ മാധ്യമങ്ങളിലൂടെ അല്ല. പുറത്ത് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യാൻ വന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം മലയാളിയാണ്, അദ്ദേഹമാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള വാർത്തകളും അറിയാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ മഹാകുംഭമേളയിലേക്ക് ആൾക്കാർ, അതായത് ജാതിഭേദമെന്നല്ല, അതിസമ്പന്നരൊക്കെയാണ് മഹാകുംഭമേളയിലേക്ക് ഒഴുകിയെത്തിയത്. അതോടൊപ്പം തന്നെ സാധാരണക്കാരും അതിനനുസരിച്ച്, അതായത് ഒരു ഉത്തർപ്രദേശിന്റെ ജനസംഖ്യയുടെ പകുതിയിലധികം ആൾക്കാർ ഇപ്പോൾ മഹാകുംഭമേളയിലുണ്ട്. ഈ മരിച്ചവരിലെ പകുതി ആൾക്കാർ ഉത്തർപ്രദേശുകാരും, കുറേയധികം ആൾക്കാർ കന്നഡ, കുറേയധികം ആൾക്കാർ തെലുങ്ക്, അങ്ങനെയുള്ള നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരും ഒക്കെ ഒരുപാട് അവിടെ പോകുന്നുണ്ട്. ഒരു സൂചി ഇടാൻ പോലുമില്ലാത്ത തിരക്കാണ് അവിടെ ഉണ്ടെന്നാണ് ഈ പ്രത്യേക സ്നാനഘട്ടിലേക്ക് പോകുമ്പോൾ അനുഭവപ്പെടുന്ന ആ ഒരു തിക്കിലും തിരക്കിലും പെട്ടാണ് ആൾക്കാർ മരണപ്പെടുന്നത്. എന്തുകൊണ്ടാണ് 7000 കോടി രൂപ മുടക്കിയെന്ന യോഗി ആദിത്യനാഥിന്റെ സർക്കാർ പറയുമ്പോഴും അതിനുള്ള സൗകര്യങ്ങൾ എവിടെ എന്ന് ചോദിച്ചു പോവുകയാണ്. കാരണം അവർ ഓൾറെഡി പ്രതീക്ഷിക്കുന്നുണ്ട് 50 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിലുള്ള ആൾക്കാർ അവിടെ വരുമെന്നുള്ളത്. ഓക്കെ, 1 കോടി 1.5 കോടിയോ 2 കോടിയോ ആയിക്കോട്ടെ. പക്ഷെ എന്തുകൊണ്ട് അവരത് അതിനുള്ള ആ സംഭവങ്ങൾ ചെയ്തു വെച്ചില്ല? അതോ 7000 കോടി എന്നുള്ളത് വെറുതെ പ്രൊജക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എമൗണ്ട് മാത്രമാണോ? അത്രയുമൊക്കെ ഉത്തർപ്രദേശ് സർക്കാർ അവിടെ ചെയ്തിട്ടുണ്ടോ എന്ന് ഇപ്പോഴത്തെ മരണസംഖ്യയും ഇപ്പോഴത്തെ അപകടം കാണുമ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. 7000 രൂപ അല്ലെങ്കിൽ 7000 കോടി രൂപ ഇവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, അപ്പോ അവര് എക്സ്പെക്ട് ചെയ്യുന്നത് കിട്ടുമെന്ന് ഉറപ്പുള്ളത് എത്രയായിട്ടായിരിക്കും ഒരു ധൈര്യപൂർവ്വം ഈ 7000 കോടി രൂപ ചെലവാക്കി? പൗർണമി തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഏതാണ്ട് 40 കോടി ആൾക്കാരെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത് ഓൾ മൊത്തത്തിലുള്ള ഇതില്ല. പക്ഷെ ഇപ്പൊ തന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ 30 കോടി അവരുടെ കണക്ക് പ്രകാരം, കണക്കിൽപ്പെടാത്ത അധികം ആൾക്കാർ അവിടെ ഉണ്ടാവും. 30 കോടിയിലധികം ആൾക്കാർ അവിടെ എത്തി, സ്നാനഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു പോയിരിക്കുന്നു. ഇനിയും ആൾക്കാർ ഓരോ ദിവസവും കോടിക്കണക്കിന് ആൾക്കാർ പെർ ഡേ കോടിക്കണക്കിന് ആൾക്കാർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവർ പ്രതീക്ഷിച്ചിരുന്ന 2.5 ലക്ഷം മുതൽ 4 ലക്ഷം കോടി രൂപയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് കവർ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അത് മാത്രമെന്നല്ല, ഇനി ഒരു പക്ഷേ ഒരു 10 ലക്ഷം കോടി ആയിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം 7000 കോടി ഒരു തുച്ഛമായ തുക തന്നെയാണ് അവര് മുടക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ അതങ്ങനെ മുടക്കിയിട്ടില്ല. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു അപകടം ഒന്ന് ആലോചിച്ച് നോക്കും. ഈ വെറും 2 ആഴ്ച കൊണ്ട് 30 പേരാണ് അവിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത്. ഇനി അങ്ങോട്ട് ശിവരാത്രി പോലുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങൾ, സ്നാനം ചെയ്യാനുള്ള സാധ്യത കൂടുതൽ, അതെ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ദിവസങ്ങളിൽ തിരക്ക് കൂടും. അപ്പൊ പിന്നെ എന്താണ് ഇതിനൊക്കെ തടയാൻ ഉത്തർപ്രദേശ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് തന്നെ അവർ വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം ആൾക്കാരുടെ ജീവന് വിലയില്ലേ. ഈ സ്നാനം ചെയ്യാൻ വന്നവർ അവിടെ തന്നെ മരിക്കാൻ വേണ്ടിയിട്ടാണോ വരുന്നത്? അവരുടെ ആ ജന്മത്തിലെ പാപക്കറ കഴുകിക്കളയാൻ സത്യത്തിൽ
തന്നെ സന്തോഷത്തോടെ പോവാൻ അവർ സമാധി അടയാനാണോ അങ്ങോട്ട് വരുന്നതെന്ന് കുംഭമേളയിലെ മഹാകുംഭമേളയിലെ തിക്കും തിരക്കും അവിടുത്തെ അപകടങ്ങളും കാണും. അത് മാത്രമല്ല ഓരോ ആഴ്ചയിലും അവിടെ ടെന്റുകളിൽ പൊട്ടിത്തെറിയും തീപിടുത്തം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും കോടിക്കണക്കിന് ജനത അറ്റ് എ ടൈം ക്യൂവിൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ടെന്റുകളിൽ പൊട്ടിത്തെറി ഉണ്ടാവുക, അല്ലെങ്കിൽ ടെന്റുകൾ തീ പിടിക്കുക. അതും ഈ തണുപ്പ് കാലം എന്ന് പറഞ്ഞാലും ഉത്തർപ്രദേശ് ഇത്തിരി ചൂടുള്ള സ്ഥലം തന്നെയല്ലേ. തീർച്ചയായിട്ടും തീ ആളിപ്പടരുകയും അവിടെ വലിയൊരു അഗ്നിബാധ ഉണ്ടാവുകയും ചെയ്താൽ എന്താണ് അതിന് തടയിടാനായിട്ട് ഈ പറയുന്ന UP സർക്കാർ ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ ആൾക്കാരുടെ ഒരു അഭിപ്രായത്തിൽ അവരിപ്പോൾ ഭീതിപ്പെടുന്നുണ്ട്. പോയി വന്നവർ ഇനി വരാനിരിക്കുന്നവർക്ക് പിന്നെയും ഈ ആകാംക്ഷയായിരിക്കുമല്ലോ. മഹാകുംഭമേള 140 വർഷത്തെ ഗ്യാപ്പ് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അവർ വരും, സംഭവം നല്ലതൊക്കെ തന്നെ. പക്ഷേ ഇത് അച്ചടക്കത്തോടെ ചെയ്തിരുന്നെങ്കിൽ, ഈ പറയുന്ന കോടികൾ ഇതിനകത്ത് മുടക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വീഴ്ച സംഭവിക്കത്തില്ല. അവിടെ ബാരിക്കേഡ് തകർന്നാണ് ആൾക്കാർ മരിച്ചത്. അപ്പൊ ബാരിക്കേഡിന് അത്രയും ഒക്കെ വിലയുള്ളൂ. അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ അതിന് വേണ്ടിയിട്ടുള്ള സുരക്ഷാ സംവിധാനത്തിലുള്ള വോളണ്ടിയേഴ്സിനെ എന്തുകൊണ്ട് അങ്ങനെയുള്ള സൈന്യത്തെയൊക്കെ അവർ ഇറക്കിയില്ല? കോടിക്കണക്കിന് ജനങ്ങൾക്ക് വിലയില്ലേ. ഇന്ത്യയുടെ ഒരു കാൽഭാഗം ഇപ്പൊ അവിടെ ഉണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെന്നല്ല പറയുന്നത്. പക്ഷെ എന്തൊക്കെയോ എവിടേക്കോ അഴിമതിയുടെ ഒരു ചെറിയ കറകൾ അവിടെ കാണുന്നില്ല, ചെറിയ മണക്കുന്നില്ലേ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഈ പാലങ്ങളൊക്കെ പണിയുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ തകർന്നു വീഴും. 1 കോടി വെച്ചിരിക്കുന്ന പാലം 30 ലക്ഷം രൂപ മുടക്കി ചെയ്യുമ്പോൾ അത് തകർന്നു വീഴും. അതേ ഒരു അവസ്ഥയാണ് 7000 കോടി എന്ന് ചിലപ്പോൾ 700 കോടിയെ മുടക്കിയിട്ടുണ്ടാവത്തുള്ളൂ. 7,000 കോടി പ്രൊജക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള അപകടങ്ങൾ, അല്ലെങ്കിൽ ഇത്രയും നിസ്സാരമായിട്ടാണോ ടെന്റിൽ ഗ്യാസ് വയ്ക്കുക, ഗ്യാസ് ലീക്ക് ചെയ്യുക, അതുപോലെ തീപിടുത്തങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് അത് അത്ര നിസ്സാരമായിട്ട് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മഹാകുംഭമേള 144 വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു സംഭവം തന്നെയാണ്. വളരെ മഹത്തരമായ ഒന്ന് തന്നെയാണ്. അതിൽ പങ്കെടുക്കാൻ വരുന്ന ആൾക്കാർ ഭാഗ്യവാന്മാരാന്ന് തന്നെ കരുതുന്നു. പക്ഷേ പങ്കെടുത്തതിനോടൊപ്പം തന്നെ ജീവൻ തിരിച്ചു വരണം. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഭാഗ്യത്തെ ഒരിക്കലും ദൗർഭാഗ്യമാക്കി മാറ്റാതിരിക്കട്ടെ ഉത്തർപ്രദേശ് സർക്കാർ നമുക്ക് പ്രത്യാശിക്കാം.